മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്ത ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ അധികാര കേന്ദ്രമായിരുന്ന ഖമേനിയുടെ അന്ത്യം കേവലം ഒരു വ്യക്തിയുടെ മരണം എന്നതിലുപരി ഒരു ഭരണകൂടത്തിന്റെ തന്നെ തകർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ സംയുക്ത സേന നടത്തിയ അതീവ രഹസ്യവും കൃത്യവുമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന സൈനിക നീക്കത്തിലൂടെയാണ് ഈ അപ്രതീക്ഷിതമായ മാറ്റം സംഭവിച്ചത്. അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ഏജൻസികളും സംയുക്തമായി മാസങ്ങൾ നീണ്ട കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഖമേനിയുടെ ഓരോ നീക്കങ്ങളും അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനങ്ങൾ വഴി നിരീക്ഷിക്കപ്പെട്ടു. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലും വസതിയിലും ഖമേനി എത്തുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമായിരുന്നു ആക്രമണം ആസൂത്രണം ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ ലോകം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സർപ്രൈസ് ആക്രമണം നടന്നതെന്ന് IDFും അവകാശപ്പെടുന്നു. ഖമേനിയുടെ കോമ്പൗണ്ടിന് നേരെ തുടർച്ചയായി 30 ബോംബുകളാണ് വർഷിച്ചത്. യാതൊരു വിധത്തിലുള്ള പ്രതിരോധത്തിനും സമയം നൽകാതെ മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രദേശം തകർക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ കടമെടുത്താൽ യാതൊരു പഴുതും നൽകാതെ ഖമേനിക്കോ സഹപ്രവർത്തകർക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള കൃത്യതയോടെയായിരുന്നു ഈ ഓപ്പറേഷൻ. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖമേനി മാത്രമല്ല എന്നുള്ളതാണ് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഇറാന്റെ സുരക്ഷാ സൈനിക മേഖലകളെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖരായ 8 നേതാക്കളും ഇതോടൊപ്പം വധിക്കപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ട പ്രധാനികൾ ഇവരാണ്. അലി ഷംഖാനി ഇറാന്റെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേശകനുമായിരുന്നു അദ്ദേഹം. ഇറാന്റെ വിദേശ നയങ്ങളിലും സൈനിക തന്ത്രങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തി. മുഹമ്മദ് പാക്പൂർ, ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡർ. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അസീസ് നസീർ സാദ, ഇറാന്റെ പ്രതിരോധ മന്ത്രി. സൈനിക നവീകരണത്തിന് നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ മരണം ഇറാൻ സൈന്യത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. ഖമേനിയുടെ കുടുംബാംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ മകൾ, പേരക്കുട്ടി, മരുമകൾ എന്നിവർ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെടുകയായിരുന്നു. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രതികാരം ഉടൻ ഉണ്ടാകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. ശക്തമായ ശിക്ഷ ഉറപ്പാണ്, നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നതായിരുന്നു അവരുടെ ഔദ്യോഗികമായ പ്രതികരണം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഇതിനോടകം തന്നെ ഗൾഫ് മേഖലയിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദുബായിലെ ജബൽ അലി തുറമുഖത്തുണ്ടായ വലിയ തീപിടുത്തവും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു ടെർമിനലിന് നേരെയുണ്ടായ ആക്രമണവും ഇതിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. വിമാനത്താവളത്തിലെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ചും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി വാർത്തകൾ വരുന്നു. ഇറാന്റെ ഭീഷണി ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ വിപണിയെയും വ്യോമ ഗതാഗതത്തെയും വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പരമോന്നത നേതാവിന്റെ മരണത്തെ തുടർന്ന് ഇറാനിൽ അടിയന്തരമായി താൽക്കാലിക ഭരണകൂടവും അധികാരമേറ്റു. പ്രസിഡന്റ്, ജുഡീഷ്യറി മേധാവി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ് നിലവിൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിനകത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് IRGC തിരിച്ചടിക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് വർഷങ്ങളായി ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജകുടുംബം ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. റസ പെഹ്ലവി ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് ഇറാനിലെ പുതിയ യുഗത്തിന്റെ തുടക്കമെന്നാണ്. ഖമേനിയെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സെൻട്രൽ കമാൻഡ് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക നടപടി തുടരുകയാണ്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ 30ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക ബങ്കറുകളും തകർക്കുന്നതിലൂടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറയ്ക്കാനാണ് US ലക്ഷ്യമിടുന്നത്. മിഡിൽ ഈസ്റ്റിലെ ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നത് വരെ ഈ നടപടികൾ തുടരുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ വധം മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി വിജയിച്ചതായി ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുമ്പോഴും ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. ഇറാന്റെ വരും ദിവസങ്ങളിലെ നീക്കങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കും. ഖമേനിക്ക് ശേഷമുള്ള ഇറാൻ എങ്ങോട്ടെന്ന ചോദ്യം ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന ദൗത്യത്തിൽ പങ്കെടുത്ത പ്രത്യേക സൈനിക വിഭാഗങ്ങളുടെ നീക്കങ്ങൾ അതീവ സങ്കീർണവും കൃത്യതയാർന്നതുമായിരുന്നു. ഇതിൽ പ്രധാനമായും അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും സംയുക്തമായാണ് പ്രവർത്തിച്ചത്. ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഇറാനിലെ സുരക്ഷാ വലയത്തിനുള്ളിൽ കടന്നുകയറി ഖമേനിയുടെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ചോർത്തിയിരുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബാസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച F-35 അദൃശ്യ യുദ്ധവിമാനങ്ങളാണ് ഈ ദൗത്യത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. ശനിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ സൈബർ ആക്രമണങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു.
ഒരേ സമയം 30 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിലൂടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ തളർത്താൻ ഇവർക്ക് കഴിഞ്ഞു. നിലവിൽ ഇറാന്റെ പടിഞ്ഞാറൻ മധ്യമേഖലകളിലെ മിസൈൽ വിക്ഷേപണ തറകളും റവല്യൂഷണറി ഗാർഡിന്റെ താവളങ്ങളും ലക്ഷ്യമാക്കി സൈനിക നീക്കം തുടരുകയാണ്. ഇറാന്റെ കടൽമാർഗമുള്ള നീക്കങ്ങൾ തടയാൻ US നാവികസേന ഹോർമുസ് കടലിടുക്കിന് സമീപം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഉറപ്പാക്കും വരെ ഈ സർപ്രൈസ് ആക്രമണങ്ങൾ തുടരുമെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന.